ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 58 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിരം കരുണാസമുദ്രം രാജാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. അലമലമതിഭിത്യാ സർവദോ മീലയധ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു കൊനോ തവ ദഹനോ അസൗ കുത്ര മുഞ്ചാടവീസ സപതി പ്രവൃതിരേ തേ ഹന്ത ഭാണ്ഡീരദേശേ. അന്വയം അർത്ഥം. അതിഭീത്യ വലുതായി ഭയപ്പെടുന്നതും, അലമലം മതിമതി, സർവത എല്ലാറ്റിൽ നിന്നും, ദൃശം കണ്ണുകൾ, മീലയധ്വം നന്നായി അടയ്ക്കൂ, ഇതി എന്നിപ്രകാരമുള്ള, വാച അങ്ങയുടെ വാക്കനുസരിച്ച്, തേഷു അവർ, മീലിതാക്ഷേഷു കണ്ണുകൾ അടച്ചപ്പോൾ, അസൗ ഈ, ദവദഹനം കാട്ടുതീ, കൊനു എവിടെ പോയിരിക്കുന്നു, സ ആ, മുഞ്ചാടവി മുഞ്ചവനം, തത്ര എവിടെ, ഹന്ത അത്ഭുതം തന്നെ, തേ അവർ, സവതി പെട്ടെന്ന്, ഭാണ്ഡീരദേശേ ഭാണ്ഡീര വടവൃക്ഷത്തിനു സമീപം, വവൃതിരേ ചുറ്റി നിന്നു. ഹരിവോ. സാരം: നിങ്ങൾ ഭയപ്പെടേണ്ട, എല്ലാവരും നല്ലവണ്ണം കണ്ണടയ്ക്കുക. കൃഷ്ണൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് കണ്ണടച്ച് അവർ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. കാട്ടുതീയുമില്ല, കാടുമില്ല. പാണ്ഡീര വൃക്ഷച്ചുവട്ടിൽ ഭഗവാന്റെ മുമ്പിൽ അവർ നിൽക്കുന്നു. ഹരിവോ. ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ജയ ജയ തവ മായാ കേയമീശോദിതേഷാം നുദിവിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരഭിവിനാന്തേ പ്രാചരാ പാടലാദി പ്രസവനികരമാത്രാഗ്രാഹ്യ കർമാനുഭാവേ. അന്വയം അർത്ഥം. ഈശ ഏതിനും പോന്ന ദൈവമേ, ജയ ജയ ജയിച്ചാലും ജയിച്ചാലും, ജയം തവ മായ അങ്ങയുടെ ഈ മായ എന്താണ്, ഇതി എന്നിപ്രകാരമുള്ള, തേഷാം അവരുടെ, നുതുഭി കീർത്തനങ്ങൾ കൊണ്ട്, ഉദിതഹാസ പുഞ്ചിരി തൂകുന്നവനും, ബദ്ധനാന വിലാസ പല ലീലകൾ കൈക്കൊണ്ടവനുമായ, തും അവിടുന്ന്, പുനരവി വീണ്ടും, പാടലാദി പ്രസവ നികരമാത്രഗ്രാഹ്യ കർമാനുഭാവി പാതിരാപ്പൂ തുടങ്ങിയ പുഷ്പ സമൂഹം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഗ്രീഷ്മ താപത്തോടുകൂടിയ വിപിനാന്തേ കാനനത്തിൽ പ്രാചരഹ സഞ്ചരിച്ചു. ഹരിവോ. സാരം: ഭഗവാന്റെ അത്ഭുത കൃത്യങ്ങൾ കണ്ട് സന്തുഷ്ടരായി ഗോപന്മാർ ഭഗവാൻ മായയെക്കുറിച്ച് ചോദിച്ചിട്ടും ഉത്തരം നൽകാതെ പുഞ്ചിരി തൂകി ലീലകളിൽ മുഴുകി ഭഗവാനിൽ മനസ്സു ചേർന്ന് ഗോപന്മാർക്ക് ഗ്രീഷ്മം പോലും പുഷ്പ സമൃദ്ധി കൊണ്ടല്ലാതെ അറിയാൻ കഴിഞ്ഞില്ല. ഹരിവോ.